ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? നമുക്കിന്നൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇപ്പോൾ അധികം ആൾക്കും ഷവർമ്മ ഒക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഷവർമ്മ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, ക്യാരറ്റ്, ഒരു പച്ചമുളക്, എല്ലാം കുറച്ച് മതി കേട്ടോ. കക്കിരി, തക്കാളി, ക്യാബേജ്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മയോണീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മയോണീസിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, വീഡിയോ ഇട്ടിട്ടുണ്ട്. മുട്ടയും ഓയിലൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയത് കേട്ടോ, ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കണേ. ഇനി നമ്മളെ വെജിറ്റബിൾസ് എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് മയോണീസ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഇതാ കുറച്ച് ചിക്കനും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും മുളക് പൊടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കുറച്ച് ഓയിൽ അതും കൂടി നമ്മൾ ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2 മുട്ട പൊടിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 കപ്പ് മൈദയും 1 കപ്പ് പാലും ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മളെ ബാറ്ററിൻ്റെ പകുതി മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ മാവ് ഒന്ന് സെറ്റായാൽ നമ്മളെ ഫില്ലിങ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കി ബാറ്ററും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഒന്ന് കുക്കായതിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ട് എൻ്റെ ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കിടക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ, ഓരോരുത്തർ ഇഷ്ടം കേട്ടോ. ഞാനിപ്പോൾ 4 തക്കാളിയും കുറച്ച് മല്ലിയിലാട്ടോ വെച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ബാക്കിയും കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒരു സൈഡ് കുക്കായതിന് ശേഷം ഒരു പാനിലേക്ക് തിരിച്ചിട്ടിട്ട് ആ സൈഡും കൂടി ഒന്ന് കളർ മാറ്റിയെടുക്കുക കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ്മ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷവർമ്മ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ ബൈ.